ഒരു പരിപാടിക്ക് പോലും വൈകി എത്തുന്നത് ഒരു ജാടയായിട്ടോ അല്ലെങ്കിൽ ഒരു അഹങ്കാരമായിട്ടോ ഒന്നും കണക്കാക്കാത്ത ഒരാളാണ് ഞാൻ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഈ പരിപാടി 5 മണിക്കാണ് എന്ന് മനസ്സിലാക്കി. കാരണം അത് നോട്ടീസിൽ 5 മണിയായിരുന്നു. 4:45 മുതൽ റെഡിയായി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഇവിടുത്തെ ഭാരവാഹികൾക്ക് ഒരുപാട് ഭാരമുണ്ടായിരുന്നതുകൊണ്ട് അവരെന്നെ വിളിക്കാൻ വരാൻ വൈകി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. പക്ഷേ ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടു ദേ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഓടി എങ്ങനെയെങ്കിലും ഈ ഉദ്ഘാടന ചടങ്ങിൽ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇത്രയും നേരം ഞാൻ ഒരുങ്ങി കെട്ടി അവിടെ ഇരുന്നിട്ട് അവസാനം ഈ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം ആലോചിക്കുമ്പോ മാഡം പറഞ്ഞു വളരെ ശരിയാണ്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ ഓടിയിട്ടാണ് ഉദ്ഘാടനം നടത്തല്ലേ ഞാനും കൂടെ ഉണ്ടേന്ന് ഓടി പറഞ്ഞാണ് വന്നത്. നേരത്തെ ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. CBSE കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. അപ്പോൾ അതിൽ ഒരു വ്യക്തി, അദ്ദേഹം ഒരു വലിയ അഡ്വക്കേറ്റാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. രണ്ടാമത് പിന്നെ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും സംസ്ഥാന യുവജനോത്സവത്തിൽ മത്സരത്തിനൊക്കെ പോയിട്ട് കലാതിലകം കിട്ടാതെ കരഞ്ഞ ആളാണ്. എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. പിന്നെ അവിടെ ഒരു യുവജനോത്സവത്തിലും മത്സരിക്കാൻ പോയിട്ടില്ലാത്ത MLA ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പം അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചാൽ ഈ നേരത്തെ കാണിച്ച അദ്ദേഹത്തിനെ പോലെ വലിയ അഡ്വക്കേറ്റ് ആവാം. ഇനി സ്ഥാനം ഒന്നും കിട്ടിയില്ല, കലാതിലകം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് നവ്യാനായരാവാം. ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് MLA ആവാം. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മളെ പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? പുതിയ പോലെ തന്നെ തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. പ്രതിഭാസമാണ്. ഞാൻ പോയിക്കോട്ടെ. അപ്പോ ഇത്രയും ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.